السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. സഹാബത്തും വിശുദ്ധ ഖുർആനുമെന്ന വിഷയത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അനുഭവത്തെയാണ് നമ്മളിന്ന് പരാമർശിക്കുന്നത്. ഈ വിശുദ്ധ റമദാൻ മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. ശത്രുക്കളുടെ ശല്യം കഠോരമായി വരുന്ന ഘട്ടം, സ്വഹാബികളിൽ പലരും പലായനം ചെയ്യുന്നതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. പലരും പുറപ്പെട്ടു പോയി ഹബശയിലേക്ക്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും പലായനത്തിനു വേണ്ടി മുതിരുകയാണ്, തയ്യാറെടുക്കുകയാണ്. ഈ ഘട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സുഹൃത്ത് ഇബ്നു ദുഗുന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നുണ്ട്. യാ അബൂബക്കർ, അബൂബക്കർ തങ്ങളെ, നിങ്ങൾ എങ്ങോട്ടാണ് പുറപ്പെടുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്റജനി ഖൗമി ഫഉരീദു അൻ അസീഹ ഫിൽ അർളി വഅഅ്ബുദ റബ്ബി. എൻ്റെ സമൂഹം എന്നെ നാടുകടത്തിയിരിക്കുകയാണ്, എന്നെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ യാത്രികനായി അവന് ആരാധന ചെയ്തുകൊണ്ട് ജീവിക്കട്ടെ, ഞാൻ യാത്ര പുറപ്പെടുകയാണെന്ന് ഇബ്നു ദുഗുന്നയോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടുന്ന് പറഞ്ഞു, അങ്ങയെപ്പോലുള്ളവർ ഈ നാട്ടിൽ നിന്ന് പുറപ്പെടാനും പാടില്ല, ഈ നാട്ടിൽ നിന്ന് നാടുകടത്തപ്പെടാനും പാടില്ല. കാരണം ഇന്നക ലതക്സിബുൽ മഅദൂമ വതസിലർ റഹ്ം, അങ്ങ് ഇല്ലാത്തവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന സവിശേഷമായ പാരമ്പര്യമുള്ളയാളാണ്. അതുകൊണ്ട് അനലക ജാറുൻ, ഞാൻ അങ്ങേക്ക് സംരക്ഷകനാവാം, അങ്ങയുടെ സുരക്ഷിതത്വം ഞാൻ ഉറപ്പുവരുത്താമെന്ന് പറഞ്ഞ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോകുന്നതിൽ നിന്ന് ഇബ്നു ദുഗുന്ന തടഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇബ്നു ദുഗുന്നയുടെ ഈ സംരക്ഷണത്തിലായി കഅബ തവാഫ് ചെയ്യുന്നതിന് വേണ്ടി വരുന്നുണ്ട്. ഖുറൈശി തറവാട്ടിലെ പല പ്രമുഖരും ഈ സമയത്ത് കഅബക്ക് ചുറ്റുമിരിക്കുന്നുണ്ട്. ഇബ്നു ദുഗുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുത്ത വിഷയം അവരോട് ധരിപ്പിക്കുകയും അവർ സമ്മതം മൂളുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇബ്നു ദുഗുന്നയോട് അവർ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. സിദ്ദീഖ് അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്തായിരിക്കണം ഇരിക്കേണ്ടത്, അവിടെ ഇരുന്നിട്ടാണ് നിസ്കരിക്കേണ്ടതും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടതും. ഇബ്നു ദുഗുന്നയോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കേൾപ്പിക്കാനും അറിയിക്കാനും പറയുകയാണ്. അവിടുത്തെ വീടിൻ്റെ മുറ്റത്ത് ഒരു പള്ളി നിർമ്മിക്കുകയും ഫകാന കുല്ല യൗമിൻ യുസല്ലി ഫീഹി വയഖറഉൽ ഖുർആൻ, അവിടെ ഇരുന്ന് എല്ലാ ദിവസവും നിസ്കാരവും വിശുദ്ധ ഖുർആൻ പാരായണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഫയജ്തമിഉ അലൈഹി നിസാഉൽ മുശ്രികീന വഅബ്നാഉഹും യതഅജ്ജബൂന മിൻഹു വയൻദുറൂന ഇലൈഹി, മുശ്രിക്കീങ്ങളുടെ ഭാര്യമാരും അവരുടെ മക്കളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രവണസുന്ദരമായ ഖിറാഅത്ത് കേൾക്കുന്നതിന് വേണ്ടിയും നിസ്കാരം നിർവഹിക്കുന്നത് കാണുന്നതിന് വേണ്ടിയും അവർ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. വകാന അബൂബക്കറിൻ റജുലൻ ബക്കാഅൻ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ കരയുന്നവരായിരുന്നു. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സജലങ്ങളാകും. കണ്ണുകളെ കണ്ണീരണിയിക്കുന്നതിൽ നിന്നു തടയാൻ സിദ്ദീഖിന് കഴിയില്ലായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. വിഷയം മുശ്രിക്കുകൾ അറിയുന്നുണ്ട്, അവരെ ചൊടിപ്പിച്ചു കാര്യങ്ങൾ. ഇബ്നു ദുഗുന്നയോട് പറഞ്ഞ നിയമാവലികൾ തെറ്റിക്കപ്പെട്ടിട്ടുണ്ട്. വിഷയം ഇബ്നു ദുഗുന്നയെ മുശ്രിക്കുകൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും സിദ്ദീഖിൻ്റെ ഫിത്നയിൽ ആവുന്നത് ഞങ്ങൾക്കേറെ ഭയാനകമാണെന്ന് ഇബ്നു ദുഗുന്നയോട് ധരിപ്പിക്കുകയും നിന്റെ കരാർ, നീ ഏറ്റെടുത്ത സംരക്ഷണം സിദ്ദീഖിന് തിരിച്ചു കൊടുത്ത് സിദ്ദീഖിനെ അവൻ്റെ വഴിക്കയക്കണമെന്ന് മുശ്രിക്കുകൾ ആരാഞ്ഞു. ഈ സമയത്ത് ഇബ്നു ദുഗുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, അങ്ങയുടെ ഓത്തും അങ്ങയുടെ നിസ്കാരവുമൊക്കെ പതുക്കയാക്കണം, അതൊരിക്കലും പുറത്തേക്ക് കേൾക്കാത്ത രൂപത്തിലാവണമെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു ദുഗുന്ന പറയുന്ന സന്ദർഭത്തിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നി അറുദ്ദു ഇലൈക ജിവാറക്, ഞാൻ
അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ ചുമതലയെ തിരിച്ചു തരുകയാണ്. വഅർളാ ബിജിവാരില്ലാഹി വറസൂലി, അള്ളാഹുവിൻ്റെ സംരക്ഷണവും അവൻ്റെ ഹബീബിൻ്റെ സംരക്ഷണവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ഈ ഏറ്റെടുപ്പങ്ങ് തിരിച്ചെടുത്തോളൂ എന്ന് പറയുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ശീലിച്ച ശീലങ്ങളെ ഒപ്പയെടുത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ധാരാളം കരയുന്നവരായിരുന്നു എന്നും അവിടുത്തെ വിശുദ്ധ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് ഖുറൈശി തറവാട്ടിലെ പല ആളുകളും ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും ഈമാൻ പുൽകുകയും ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ ധാരാളം കാണാൻ സാധിക്കും. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നടന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ ഇരുന്നു കൊണ്ട് കരയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. അവിടുന്ന് ചോദിച്ചു, മാ യബ്കീക യാ അബൂബക്കർ, എന്തിനാണ് അബൂബക്കറെ അങ്ങ് കരയുന്നത്? ഖാല യബ്കീനി ഹാദിഹി സൂറ, ഈ സൂറത്ത് എന്നെ വല്ലാതെ കരയിപ്പിച്ചു നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഇദാ സുൽസിലത്തി സൂറത്തിനെ കുറിച്ച്, അത് കേട്ടതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതായിരുന്നു സിദ്ദീഖ് തങ്ങളുടെ വിശുദ്ധ ഖുർആനിൻ്റെ ആ അനുഭവങ്ങളെന്ന് നമ്മളെല്ലാവരും അറിയണം. അവിടുത്തെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.